കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി കാണാൻ കഴിയില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു കൊല്ലം മാത്രം കാലാവധിയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തലാക്കി കാണാൻ കഴിയില്ല. ന്യൂനപക്ഷങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മലപ്പുറം എന്ന് പറയുന്നത് പിണറായിയുടെ തോൽവിയോ എന്നുള്ളത് കണക്കൂട്ടേണ്ട നിയോജക മണ്ഡലമല്ല. ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതിയൊക്കെ അറിയാമല്ലോ. എന്നും ആര്യാടനാണ്, അതായത് കോൺഗ്രസ് സീറ്റാണ്. അതിനുശേഷമാണ് ആര്യാടൻ്റെ മകൻ മറ്റേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇടതുപക്ഷം പരീക്ഷിച്ച് അത് ചിലപ്പോൾ ജയിച്ച് ചിലപ്പോൾ ഓക്കെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സീറ്റൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ ആര് ജയിച്ചാലും ആ ജയിക്കുന്നതും തോന്നുന്നതും ഇത് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലായിട്ട് നമുക്ക് കണക്കൂട്ടാണ്. ഈ വഖഫ് നിയമ ഭേദഗതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വഖഫ് നിയമ ഭേദഗതി നന്നായെന്ന് തന്നെ അഭിപ്രായം. കാരണം അതുപോലെ ക്രിസ്ത്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നല്ലേ അമിത്ഷാ പറയുന്നത്. അപ്പോൾ കുഴപ്പമുണ്ടെന്ന് ചിലർ പറയുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. ഏതാണ് ശരിയെന്ന് അറിയാൻ പാടില്ല. എന്നതിന് ഒരു സത്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അവിടെ മുനമ്പം ഞാൻ പോയിട്ടുള്ളതാണ്. ഞാനവിടെ പോയി, ഇപ്പോൾ പോയതല്ല, പോയി സമയത്ത് പോയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ ആളുകളൊക്കെ ഉണ്ട്. അവിടെ സ്ഥിതി ഭയങ്കര കഷ്ടമല്ലേ. അതൊക്കെ ഇപ്പോൾ വഖഫ് ബോർഡിനാണെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്. എത്ര കൊല്ലമായി താമസിക്കുന്നു. അവർക്ക് തെങ്ങെന്നൊക്കെ പറഞ്ഞാൽ ചില്ലി തെങ്ങാവോ നിൽക്കുകയാണ്. അവിടെ ഗുരുവന്ദരമുണ്ട്, ഓഫീസുണ്ട്. ഇതൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വഖഫ് ബോർഡിനാണെന്ന് പറഞ്ഞാൽ എന്തും സങ്കടം. എത്ര ആളുകളാണ്, പാവങ്ങളാണ് താമസിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടായി. അതൊരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് കാലമായി മാറുമോ, അത് സാധ്യതയായി മാറും? എങ്ങനെയാണ് താങ്കൾ? അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടായാൽ അതൊരു മൂന്നാം ഇടതു സർക്കാരിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു വഴിയായി മാറും? അല്ലെങ്കിൽ പുഴ വഴിയായി കിടക്കണം. ഇനിയിപ്പോൾ ഇവിടുത്തെ ജയമെന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതി വെച്ച് നോക്കിയാൽ ഇതൊന്നും ഇവിടെ പിണറായി ഭരിക്കാനുള്ള സാധ്യത. കാരണം UDF ദുർബലമല്ലല്ലോ, തമ്മിൽ തെറ്റി കിടക്കുന്നത്. അവർക്ക് ആരാ നേതാവ്? 4 പേരാണ് മുഖ്യമന്ത്രിയാണ്. ഒരു ഐക്യമില്ല, ഭിന്നതയുണ്ട്. മറുഭാഗത്ത് അങ്ങനെയില്ല. മാത്രമല്ല BJPയുടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വളർത്തുമ്പോൾ അതിൻ്റെ തടസ്സ ആർക്കാണ്? ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. വൈകാതെയാകും. അങ്ങനെ വന്നാൽ ഒരു സംഘടിത വിഭാഗമായി, ഒരു സമുദായമായി, അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കായി ഈഴവ വിഭാഗം ഈ മണ്ഡലത്തിൽ മാറും എന്ന് പറയാനുള്ളത്. ഇപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടിട്ടല്ലേ നമുക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥിയെ കണ്ട് അവർക്കൊക്കെ ഞങ്ങളാണ് ഉപകാരം ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ പുറകെ പോകുന്നത്. കാരണം അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ചില പുസ്തകങ്ങളിലായ ആളുകളെല്ലാം സ്ഥാനാർത്ഥി ആകുന്നു. ക്രിസ്ത്യാനിക്ക് കൊടുക്കില്ല. ആരും വന്നാലും മുസ്ലിംസിനെല്ലാം കൊടുക്കുന്നു. അപ്പോൾ അവരൊരു പുസ്തകമായിട്ട് വെച്ചിരിക്കുകയാണ്. അവർ എപ്പോൾ വന്നാലും വെള്ളം കൂടുതലേ എൻ്റെ ജനം. അപ്പോൾ എപ്പോഴും അവരുടെ താല്പര്യത്തെ സംബന്ധിച്ച് അപ്പോൾ അവർക്കൊരു പിന്തുണ SNDPയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. പിന്തുണ അങ്ങനെ ആളുകൾ പിന്തുണ ഞങ്ങൾക്ക് എന്ത് കാര്യമുണ്ട്, എന്ത് ഗുണമെന്ന് പറയാം. അങ്ങനെ പിന്തുണ കൊടുക്കാവുന്ന രീതിയിലുള്ള ഗുണങ്ങൾ വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം.